ഒരു ബീയിങ് എ ഫിസിക്സ് ഗ്രാജുവേറ്റ് ഒരു പർട്ടിക്കുലർ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു തീസീസ് ഒരു തെറ്റാണെന്ന് തെളിയിക്കുമ്പോൾ, അതായത് ഒരു ഫോൾസിഫയബിൾ ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ട അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യും. ഇത് തന്നെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ അവരും ഇതേപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അത് ശരിക്കും അങ്ങനെ ആവശ്യമുണ്ടോ, അതോ ശരിക്കും അവർ തിങ്ക് ചെയ്യേണ്ട എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ? അപ്പോൾ അവരങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ പലപ്പോഴും എന്താ സംഭവം എന്ന് വെച്ചാൽ, സയൻസിൽ നമുക്ക് നമ്മളുടെ ഒപ്പീനിയനെ മിക്സ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെയായാലും ഗ്രാവിറ്റി കാരണം മുകളിൽ നിന്ന് താഴേക്ക് ഒരു സാധനം വീഴും എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അങ്ങനെ അല്ല എന്ന് കരുതി എനിക്ക് അങ്ങനെ ഒരു നറേറ്റീവ് പാസ് ചെയ്യാൻ കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ടൊരു ഗുണവുമില്ല. കാരണം ഇറ്റ് ഈസ് ദെയർ ഫോർ പീപ്പിൾ ടു സീ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലായ്പ്പോഴും സയൻറ്റിഫിക്കായിട്ട് തന്നെ നിലനിൽക്കും. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1+1=2. അതാണ് മാത്തമാറ്റിക്സിൻ്റെ ഇൻറ്റഗ്രിറ്റി. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ ഗ്രാവിറ്റി എക്സിസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, ഇനേർഷ്യ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന ഡെയിലി ലൈഫിൽ കാണുന്ന സാധനങ്ങളെല്ലാം അവിടെയുണ്ട്. അതിന് പുറമേ എനിക്കൊരു നുണയെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് പറ്റുന്ന ചില സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ റിലേറ്റിവിറ്റി, അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആർക്കാര് എന്തിനെ റിലേറ്റീവായിട്ട് കാണുന്നു, ഞാൻ വേറൊരാളുടെ മൂവ്മെൻറ്റിനെ റിലേറ്റീവായിട്ട് കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സാധനത്തിനെ വേറൊരാൾ കാണുകയാണെങ്കിൽ അത് അയാളുടെ റിലേറ്റിവിറ്റിയനുസരിച്ച് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് എന്ന രീതിയിലത്തേക്കുള്ള നറേറ്റീവ് പറയാം എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഇറ്റ് റിമെയിൻസ് എ സെയിം. അതുകൊണ്ടാണിത് സയൻസ് ആവുന്നത്, സയൻറ്റിഫിക് ആവുന്നത്. പക്ഷേ ഹിസ്റ്ററിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഴയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വളരെ ഗ്യാപ്സ് ഇല്ലാത്ത റെക്കോർഡഡ് ഹിസ്റ്ററി വന്നിരിക്കുന്നത് ഒരു 250 ഇയേഴ്സിനപ്പുറത്തേക്കൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ അതിനു മുമ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ലിഖിതങ്ങൾ, ഇപ്പം 16th സെഞ്ച്വറിയാണ്, 15th സെഞ്ച്വറിയാണ്. ചില ട്രാവലേഴ്സിൻ്റെ ട്രാവലോഗ്സ് ഉണ്ടാകും, വേറെ ചില കോർട്ട് പ്രൊസീഡിങ്സ് ആയിരിക്കാം, ചിലതൊരു രാജാവിൻ്റെ കോർട്ടിലെ ചില കാര്യങ്ങളായിരിക്കാം, ചിലത് ആ സമയത്തുള്ള കവിതയായിരിക്കാം, ചിലത് ഹിയർസേ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ആൾക്കാർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ആക്ച്വലി കണക്റ്റിംഗ് ദ ഡോട്ട്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഈ ഫാക്ച്വലായിട്ടുള്ള ഇൻഫർമേഷനെ മാത്രം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ട് ടു അസ്യൂം ഇതിങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ബിഗ് ബാങ് തിയറിയെ പറ്റിയൊക്കെ നമ്മൾ കുറേ അസംഷൻസ് ആൾക്കാർ ചേർത്തിട്ട് അതിനെപ്പറ്റി പറയുന്ന പല തിയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, സയൻറ്റിഫിക്കലി ആണെങ്കിൽ പോലും. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്സ് മിസ് ചെയ്യുന്ന സമയത്ത് ഇന്ന രാജ്യം മറ്റേ രാജ്യവുമായിട്ട് എന്തിനായിരിക്കാം പ്രശ്നത്തിൽ പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഏതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യത്തിലുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മോർ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കും. പക്ഷേ ഇതെല്ലായ്പ്പോഴും സെയിം നറേറ്റീവ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാളിന് ആക്ച്വലി പല ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ ചില ആൾക്കാരുടെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവിൽ ഗ്രേറ്റ്, ചില ആൾക്കാരുടെ പതറ്റിക്. അപ്പോൾ ആക്ച്വൽ ടിപ്പു സുൽത്താൻ എവിടെ? ഹീസ് സംവെയർ ഇൻ ബിറ്റ്വീൻ. ചില കാര്യങ്ങളിൽ മോശമായിട്ടുണ്ടാവും, ചില കാര്യങ്ങളിൽ ഹി വാസ് ഗ്രേറ്റ്. ഹീ ഹാഡ് എ റീസൺ ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ അദ്ദേഹം മറ്റുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും വീണ്ടും ആൾക്കാരുടെ ഒറിജിനൽ തോട്ട് കൊണ്ടുവരേണ്ടി വരും, ആണെന്നോ അല്ലെന്നോ സ്ഥാപിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു റൂം ഈസ് ദെയർ ഫോർ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സിംഗിൾ, കാരണം നമ്മളാരും അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരല്ല, ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടാത്ത ലിഖിതങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല, ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് ഇത് മുഴുവനും. ഈ ഒരു പ്രശ്നം ഹിസ്റ്ററിയിൽ ഇൻഹെറൻ്റ്ലി ഇറ്റ് ഈസ് ദെയർ. പക്ഷെ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഫിസിക്സിനാണെങ്കിൽ ഇപ്പം നമുക്ക് പിയർ റിവ്യൂഡ് ആയിട്ട് പബ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പം നേച്ചർ മാഗസിൻ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു മാഗസിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ അവരുടെ സയൻറ്റിഫിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെയെല്ലാം പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എടുക്കുക. അപ്പോൾ ഒരാൾ നോക്കുന്നു, വേറൊരാൾ നോക്കുന്നു, മറ്റൊരാൾ നോക്കുന്നു, ആൻഡ് ദെൻ ദേ ഫൈനലി റീച്ച് എ കൺസെൻസസ് ദാറ്റ് ഓക്കെ ഇതിങ്ങനെയാണ് എന്ന രീതിയിലത്തേക്ക് കാണുക. ഇത് ഹിസ്റ്ററിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ബ്രിട്ടനിൽ വർക്ക് ചെയ്യുന്ന റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇന്ത്യയിലെ ഒരേ ഒരു മെമ്പർ വിക്രം സമ്പത്ത് എന്നാണ്. അത് ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. അതായത് ദേ മസ്റ്റ് ഹാവ് ഫൗണ്ട് ഔട്ട് സംതിങ് വിച്ച് ഇസ് ഹിസ്റ്റോറിക്കലി വാലിഡ് ആൻഡ് ട്രൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷനെ ദേ റെക്കഗ്നൈസ് ഇറ്റ്. ഇതുപോലെ അമേരിക്കയിലെ സൊസൈറ്റീസ് ഉണ്ട്, മറ്റു പല സ്ഥലങ്ങളിലുണ്ട്.
അതിൽ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ ഈസ് എ ഹിസ്റ്റോറിയൻ ഓഫ് സ്റ്റാൻഡിങ്. നമ്മളിപ്പോൾ നല്ലൊരു സയൻറ്റിഫിക് ആളിനെ, ഒരു ഫിസിസ്റ്റിനെ പറ്റി, ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്നത് പോലെ, ഫാരഡേ എന്ന് പറയുന്നത് പോലെ, ദാറ്റ് പേഴ്സൺ ഈസ് ഓഫ് സം സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ ഈ റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പുള്ള ഒരു ഹിസ്റ്റോറിയൻ ഈസ് ഓഫ് സം സ്റ്റാൻഡിങ്. അപ്പോൾ ഇയാൾ ചുമ്മാ ബ്ലഫ് ചെയ്യുന്ന ആളല്ല എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ അവരുടെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാക്ച്വൽ. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ദേ ആർ റെക്കഗ്നൈസ്ഡ്, ദേ ആർ ഗിവൺ എ മെമ്പർഷിപ്പ്, ദേ ഹാവ് വൈഡ് ആക്സസ് ടു എ ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പീപ്പിൾ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവർക്ക് ദർ ഈസ് എൻ ആഡഡ് പ്രഷർ. ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ സൊസൈറ്റീസ് ഉണ്ട്, റോയൽ സൊസൈറ്റീസ് ഉണ്ട്, ഇംഗ്ലണ്ടിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഓരോരുത്തരുടെ ഹിസ്റ്ററി ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കേൾക്കത്തില്ലേ റോംല താപ്പറുടെ ഹിസ്റ്ററി, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടോ? ഇർഫാൻ ഹബീബിൻ്റെ ഹിസ്റ്ററി അങ്ങനെയുണ്ടോ? രാം ഗുഹയുടെ ഹിസ്റ്ററി ഈസ് ദർ ഈസ് ഓൺലി വൺ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രം. പക്ഷേ ഇതിന് ഈ വേരിയൻസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം, പല ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഇതിനകത്ത് വരാനുള്ള കാരണം ഈസ് ബിക്കോസ് ഓഫ് ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ദാറ്റ് കുഡ് ബി ഡ്രിവൺ ബൈ ദെയർ ഓൺ പേഴ്സണൽ തോട്ട്സ് ഓർ പൊളിറ്റിക്സ്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇവർ ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മളെന്താ ചെയ്യുന്നത്, ടേക്ക് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഈവൻ ബിഫോർ ബൈയിങ് എ ബുക്ക് റിട്ടൺ ബൈ റോംല താപ്പർ, ഐ നോ ദാറ്റ് ഓക്കെ ഇത് ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് ഇത് പറയുന്നത്, എവിടെ നിന്നിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഓതൻറ്റിസിറ്റി അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മാറ്റർ ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെ കുറച്ചുകൂടി ഒന്ന് ഫാക്ച്വലായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു താല്പര്യം. ഗവൺമെൻറ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഗവൺമെൻറ് ആണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഗവൺമെൻറ് എവിടെയാണെന്നുള്ളതനുസരിച്ചിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുള്ള ഒരു അലഗേഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി പോലെയുള്ള സംഭവങ്ങളാണ് ഒരു ബോഡി മൊത്തത്തിൽ ഉണ്ടാകേണ്ടത്. അത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കായിട്ട് അത് വന്നു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ഗെറ്റ് മോർ റിലേറ്റബിൾ, റിലയബിൾ ഹിസ്റ്ററി. ഞാൻ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു. ബിക്കോസ് അന്നത്തെ കാലത്ത് ഇത് എഴുതുന്ന സമയത്ത് ഇന്ന ആള് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ദാറ്റ് മൈറ്റ് ബി ഇൻഫ്ലുവൻസ്ഡ്. അത് മൈറ്റ് ബി ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ റീസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാരുടെ പ്രഷർ കൊണ്ട് എഴുതുന്നതാവാം, അല്ലെങ്കിൽ എഴുതിയ ആളുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്രിയേറ്റീവ് തോട്ട്സിൽ ഇങ്ങനെ ആക്കാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ശ്രീജിത്താണിച്ചാലും ഇങ്ങനെ പല ടോപ്പിക്കുകളിൽ പോകുമ്പോൾ ഈ റിസർച്ച് പേപ്പർ റെഫർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വരും, എങ്ങനെയാണ് നമ്മൾ അതിനെ കറക്റ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുക്കുന്നത്? അല്ല, അത് വളരെ ചാലഞ്ചിങ് ആണ്. ഇപ്പോൾ നമുക്ക് ട്രാവൻകൂർ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാം, മതിലകം രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറ്റ്സ് വെൽ ഡോക്യുമെൻറ്റഡ്. പക്ഷേ എന്നിട്ട് പോലും ഇതിൽ സ്റ്റോറീസ് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മോഡേൺ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് ഇതിന് വേറെ ചില കാരണങ്ങളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ തന്നെ ഒരു റിഫ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഹിസ്റ്റോറിയോഗ്രാഫി നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എൻ്റർടൈൻ ചെയ്യേണ്ടുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നല്ല സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതർവൈസ് പീപ്പിൾ ഓഫ് സ്റ്റാൻഡിങ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ പോലും ഇതിനകത്തിൽ സ്വന്തം മനോരഥത്തിൽ വരുന്ന കാര്യങ്ങളനുസരിച്ചിട്ട് സ്റ്റോറീസ് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ചിത്രതിരുനാളിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്, മാർത്താണ്ഡവർമ്മയെ പറ്റി പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് എന്താണെന്നോ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ ട്രെയിനിങ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ മെജോറിറ്റി 95% ഓഫ് പീപ്പിൾ ലേൺ ഹിസ്റ്ററി ഫ്രം സ്കൂൾ ബുക്സ്. അത് കഴിയുന്നതോടുകൂടി ഇത് കഴിഞ്ഞു. അപ്പം നമ്മൾ അന്ന് കിട്ടിയിരിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇതിനെ എങ്ങനെ നമ്മൾ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൗ ടു അനലൈസ് എന്ന് പറയുന്ന സാധനം ഈസ് പാർട്ട് ഓഫ് മൈ സ്റ്റഡി. ഇതിങ്ങനെ വരികയാണ് അല്ലേ. ഞാൻ പ്രാക്ടിക്കൽസ് ചെയ്യുന്നുണ്ടാവും, ആ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്, ഹൗ ടു റെക്കോർഡ് ഇറ്റ്, അണ്ടർ വാട്ട് കണ്ടീഷൻ, സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇന്നതുപോലെയാണത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ഹിസ്റ്ററി വായിക്കേണ്ടതോ ഹിസ്റ്ററി മനസ്സിലാക്കേണ്ടതോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഏതോ ഒരു കാലം വരെ, ചിലപ്പം 10ാം ക്ലാസ് വരെ ആയിരിക്കും, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് തീർന്നു. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ഓൾ ഡൽഹി ബേസ്ഡ് ഹിസ്റ്ററി അല്ലേ. ഡൽഹി സൾട്ടനേറ്റ്, മറ്റേത് മറിച്ചത്, ഇതൊക്കെ മാത്രമാണ്. മുഗൾസ്, ഇതൊന്നും അല്ലാതെ എത്രയോ ഉണ്ട്. ഇപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ടാണ് വിക്രം സമ്പത്ത്. വിക്രം എപ്പോഴും പറയാനുണ്ട് 600 വർഷത്തെ ഹിസ്റ്ററി ഉള്ളതാണ് അഹോം ഡൈനസ്റ്റി. എത്ര ആൾക്കാർ പഠിക്കുന്നതിനെ പറ്റി, എത്ര ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഈവൻ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എത്രയോ രാജവംശങ്ങൾ, ഇതിനെപ്പറ്റി നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ മുഗൾ ഹിസ്റ്ററി.
ആ മുഗൾ ഹിസ്റ്ററി പറഞ്ഞതിന് ശേഷം വി ഗ്ലോറിഫൈ സർട്ടൻ പീപ്പിൾ, എന്നിട്ട് തന്നെ ഇവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. അതെ അതെ അതെ. ദർ ഈസ് എ ഹിസ്റ്റോറിക്കൽ റെക്കോർഡഡ് ഫാക്ട് ദാറ്റ് ഇതിൽ പല ആൾക്കാരും പല ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും മറ്റ് കൾച്ചറുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളൊരു ഫാക്ട് അവിടെ ഉണ്ടായിട്ട് നമ്മൾ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്നിട്ട് ഇതിനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. ദ പ്രോബ്ലം ഈസ് 10ാം ക്ലാസ് വരെ മാത്രം ഇങ്ങനെ എങ്ങനെ ഹിസ്റ്ററി മനസ്സിലാക്കണമെന്ന് അറിയാതെ സർക്കാർ പുസ്തകത്തിൽ മാത്രം വായിച്ച് ഹിസ്റ്ററി മനസ്സിലാക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡീപ്പ് റൂട്ടഡ്. ഇയാൾ എല്ലാ കാലവും ഹീസ് ഡ്രിവൺ ബൈ ദിസ് ബേസിക് ഹിസ്റ്ററി, എലമെൻ്ററി ഹിസ്റ്ററി, അതും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു നറേറ്റീവ് കേൾക്കുന്ന സമയത്ത് ഇയാൾക്കത് മനസ്സിലാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റിന് ദർ വാസ് വൺ ഗാന്ധി, ഹി ലെഡ് ഇറ്റ്, ഹി ഗോട്ട് ദ ഫ്രീഡം. അങ്ങനെ അല്ല ആക്ച്വലി നടന്നത്. അഹിംസയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അഹിംസ മാത്രമല്ല, വേറെ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. നോ ബ്ലഡ് ഷെഡ് വാസ് ദെയർ, നോ ദെർ വാസ് ബ്ലഡ് ഷെഡ്. ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റീഡിംഗ് ഉണ്ടാവണം, അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യും, ഈ പ്രൊപ്പഗൻഡയുടെ പുറത്ത് വേറെ സ്റ്റോറീസ് ബിൽഡ് ചെയ്യും. ഇപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്കർ വിന്നിങ് മൂവി, 11 ഓസ്കറോ മറ്റോ ആണ്, 11-14 എന്തോ ഓസ്കർ എന്തോ അതിനെ കിട്ടിയിട്ടുണ്ട്, ഐ തിങ്ക് സോ. അപ്പോൾ അത് വന്നിരിക്കുന്നു. ആ സിനിമയുടെ പാർട്ട്ലി ഫണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ സ്റ്റോറി, മഹാത്മാഗാന്ധിയുടെ സ്റ്റോറി പറയുമ്പോൾ ദർ ഈസ് നോട്ട് ഈവൻ എ വേർഡ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഇല്ലാതെ ഗാന്ധിയുടെ ചരിത്രം അപൂർണമാണ്. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധി, ഈ 2 ആൾക്കാരാണ് Tier 1 ലീഡേഴ്സ്. ബാക്കി എല്ലാം Tier 2 ആണ്. യുവർ പട്ടേൽ, യുവർ ആസാദ്, യുവർ നെഹ്റു, എല്ലാം അതിന് തൊട്ട് താഴെയാണ്. ആ ലെവലിൽ ഷോൾഡർ ടു ഷോൾഡർ നിന്നിരുന്ന 2 പേര് ഇവരാണ്. അവർ 2 പേരും ഇല്ലാതെ ഗാന്ധിയുടെ ചരിത്രം എങ്ങനെ പൂർത്തിയാകും? സുഭാഷ് ചന്ദ്രബോസ് ഇല്ലാതെ ഗാന്ധി എവിടെ? ഇങ്ങനൊരു സംഭവമില്ല. പക്ഷേ എന്നിട്ടും അന്ന് കെയർഫുള്ളി ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സിനിമയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ക്യാരക്ടറില്ല, ഹിസ് നെയിം ഈസ് നോട്ട് ദെയർ. ഞാൻ പറഞ്ഞ ആ സിനിമ കണ്ടിരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ദിസ് വാസ് എ മൂവ്മെൻറ്റ്. അതിൽ സുഭാഷ് ചന്ദ്രബോസ് ഇല്ല. അങ്ങനെ ഇവരെല്ലാം ഈ ഫുട് നോട്ട്സായി പോയിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഫുട് നോട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാനുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോ, എങ്ങനെ ഹിസ്റ്ററി അസസ് ചെയ്യണമെന്നുള്ളൊരു ട്രെയിനിങ്ങോ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്കില്ല. ഇപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്ന ആളിനെ എങ്ങനെയാണെന്ന് അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവനെ എങ്ങനെയാണെന്ന് അറിയാം, ഭാഷ പഠിക്കുന്നവൻ എങ്ങനെയാണെന്ന് അറിയാം, അല്ലേ? കവിത ആസ്വദിക്കുന്നവന്, കഥയെ ആസ്വദിക്കുന്നവന് എങ്ങനെയാണെന്ന് അറിയാം, ലിറ്ററേച്ചർ പഠിക്കുന്നവന് അത് കറക്റ്റായിട്ട് അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ഹിസ്റ്ററിക്ക് മാത്രം ഈ സാധനം ഇല്ല. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ശരിയാണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ ലോജിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാട്സാപ്പ് ഫോർവേഡിൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വിശ്വസിക്കുന്നില്ല യുണൈറ്റഡ് നേഷൻസ് ബെസ്റ്റ് നാഷണൽ ആന്തമായിട്ട് ജനഗണമനയെ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന എഡ്യൂക്കേറ്റഡ് ക്രോപ്പ് ആൾക്കാരുണ്ട്, അല്ലേ? എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. ആ വിവരമില്ലാത്തവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും അല്ല ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ഒരു ഇൻഫർമേഷൻ, ഇറ്റ്സ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ക്ലബ് ടുഗദറാണ്. ഈ സാധനം വെരിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനെ മെനക്കെടാതെ നമ്മളിതിനെ വിശ്വസിക്കുന്നത്. അത് സത്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എങ്ങനെ പഠിക്കാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഫാക്ട് ചെക്ക് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. ഫാക്ട് ചെക്ക് വരുന്നതിലല്ലേ? ഇപ്പോൾ ഔറംഗസേബ് ഇങ്ങനത്തെ രാജാവായിരുന്നോ? ഫാക്ട് ചെക്കാണ് ആ സാധനം. ഞാൻ പറഞ്ഞാൽ അത് നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാൽ അതെങ്ങനെ വെരിഫൈ ചെയ്യണം എന്നതിനെക്കുറിച്ചോ ഇതിൻ്റെ വേറെ എവിടമായിട്ട് കണക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നൊരു പ്രശ്നം. എനിക്കറിയാം, ഇപ്പോൾ വിക്രം ടിപ്പു സുൽത്താനെ കുറിച്ചിട്ട് പുസ്തകം എഴുതി. ഇത്രയും ഉണ്ട് പുസ്തകം, വലിയ പുസ്തകം. അപ്പോൾ അതിൽ കോഴിക്കോട് റിലേറ്റഡായിട്ട് ടിപ്പുവിൻ്റെ കുറച്ച് കണക്ഷൻസ്, അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ വേണം, അതെങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും, റീജിയണൽ ആർക്കൈവ്സിലുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ത്രൂ മൈ സോഴ്സസ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, എടുത്തു. എന്നിട്ട് ഐ ഗോട്ട് ഹിം പാസ്. അത് വേറൊരാളിന്, ഹിസ് റെപ്രസെൻറ്റേറ്റീവ് വാസ് ദെയർ. ആളിനെ അവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് വാസ് നോട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ്. അതാണ് ഞാൻ പറയുന്നതിൻ്റെ സംഭവം. അതായത് കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിൽ ഇരിക്കുന്ന ഒരു സാധനം വിക്രം സമ്പത്ത് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പുള്ള ഒരേ ഒരു ഹിസ്റ്റോറിയന് ആക്സസ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ പിന്നെ ഒന്നുമല്ലാത്ത ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സാധനം?
അപ്പോൾ അത് ഒരാൾക്ക് റെപ്രസെൻറ്റേറ്റീവിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗവൺമെൻറ്റിലുള്ള പല ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ ഇവർ വഴി കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഫൈനലി ഈ ഒരു സാധനം സെക്യൂർ ചെയ്യുന്നത്. എന്നിട്ട് ആ കിട്ടുന്ന ഇൻഫർമേഷനെ സിന്തസൈസ്ഡ് ഇറ്റ്, എന്നിട്ട് ആ ബുക്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഫോർവേഡ് എഴുതിയിരിക്കുന്നതിനകത്തിൽ പുള്ളി അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പുള്ളി ഇതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് അക്നോളജ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസി അല്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇന്ന ഡോക്ടർ വിക്രം സമ്പത്താണ്, എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പോലും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ആൾക്കാർക്ക് ഇതിനെ ഫ്രീലി അവൈലബിൾ ആക്കുന്ന കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെ പോപ്പുലറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗവും എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതാർക്കോ പുസ്തകം എഴുതാനുള്ള ഒരു മാർഗ്ഗം മാത്രമായിട്ട് മാറും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാർ മാത്രം അത് വായിക്കും. അങ്ങനെയല്ല ഹിസ്റ്ററി. ഞാൻ പറയുന്നത് നമ്മുടെ ചരിത്രം എന്താണെന്നുള്ളതിനെപ്പറ്റി നമ്മൾ കൃത്യമായി അറിയാതെ മനസ്സിലാക്കാതെ നമ്മളെന്താ ആ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെ കറക്റ്റ് ചെയ്ത് പോസിറ്റീവ്സ് എന്തായിരുന്നു ആ പോസിറ്റീവ്സിനെ നമുക്ക് ഇനിയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാതെ ഇങ്ങനെയാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നതെന്ന്. അയ്യോ അതെ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാ ഹിസ്റ്ററി, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ, ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ അത് മനസ്സിലാക്കണം. എസെൻഷ്യലി ഇൻ വൺ വേ ഓർ ദി അതർ ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളും ഇതൊക്കെ തന്നെയാണ്. ഐദർ പീപ്പിൾ റിലേറ്റഡ് ഓർ ഫൈനാൻഷ്യൽ അല്ലേ. ഇതല്ലാതെ വേറെ ഒരു കാരണവുമില്ല. ഇത് മാത്രമേ ഉള്ളൂ നടക്കുന്നതല്ല. ഇപ്പോഴത്തെ നമ്മൾ യുദ്ധം നോക്കൂ, സ്ട്രേറ്റ് ഓഫ് ഹോർമസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാധനം എന്താ, ഇതർ പീപ്പിൾ റിലേറ്റഡ് ഓർ ഫൈനാൻഷ്യൽ, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻ എ വേ വി ആർ ലിങ്ക് ടു അവർ പാസ്റ്റ്. ഈ ഒരു സാധനത്തിനെ മനസ്സിലാക്കാനും എടുക്കാനും ആൾക്കാർക്കൊരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലാർജ്ലി കൺഫൈൻഡ് ടു സ്കൂൾ ടെക്സ്റ്റ് അണ്ടിൽ ദ 10th സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു കുറച്ച് ആൾക്കാർ മാത്രം ഇതൊക്കെ വായിച്ച് നോക്കിയിരുന്ന് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു വൈഡ് റീഡിങ് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന പോലുമില്ല. എങ്ങനെ വേണം പുസ്തകങ്ങൾ. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്കൂൾ ലൈബ്രറികൾ നോക്കൂ, ഫിക്ഷൻ അല്ലേ കൂടുതലും എല്ലാം. അതെ, നോൺ ഫിക്ഷൻ വർക്ക് എവിടെ കൊടുക്കുന്നുണ്ട്, എത്ര കൊടുക്കുന്നുണ്ട്, ഒന്നുമില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, അത് വലിയ പ്രശ്നമാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞപ്പം മറ്റേ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നോർത്ത് നിന്നുള്ള ഇൻവേഷൻസ്, മുഗൾസ്, ഇത്രയും ഇത് വെച്ച് നമ്മൾ നിർത്തി അവിടുന്ന് അങ്ങോട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ വീട്ടിൽ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു വിജയനഗരം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? അതായിരുന്നു ഏറ്റവും കൂടുതൽ ഡയമണ്ട്സിൻ്റെ മെയിൻ ഒരു കോർ സ്ട്രെങ്ത് ആയിരുന്നു. അവിടെ ഒരു പെർട്ടിക്കുലർ ഒരു കൈൻഡ് ഓഫ് ഒരു രാജവംശം ഉണ്ടായിരുന്നു. സൗത്തിലോട്ട് വരുന്ന സമയത്ത് രാജ്യങ്ങളായിട്ട് തന്നെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള തിരുവിതാംകൂർ ഒരു യൂറോപ്യൻ നേവൽ ഫോഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഏഷ്യയിലെ ഒരേ ഒരു ആർമി അവരാണ്. ഒന്ന് ആലോചിച്ചു. എനിക്ക് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് ഗൂസ് ബംപ്സ് ഇത് പറയുമ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്ന് ഡച്ചുകാരുടെ നേവിയെ പരാജയപ്പെടുത്തി അവരുടെ ക്യാപ്റ്റൻ ഇഗ്നേഷ്യസ് ഡെലനോയെ നമ്മളിവിടെ പിടിച്ച് ലാസ്റ്റിൽ പുള്ളിയുടെ കേപ്പബിലിറ്റി തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ സൈന്യത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹത്തിനെ വെക്കുന്ന രീതിയിലത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞത് ഈ ചരിത്രം നമ്മുടെ നാട്ടിൽ പിള്ളേർ പഠിക്കണ്ടേ. അപ്പോൾ ഇതാണ് തിരുവിതാംകൂർ നമുക്ക് ചെയ്ത ഒരു കാര്യം, ഇതാണൊരു നേട്ടം എന്നറിയണ്ടേ. ഇന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് തിരുവിതാംകൂർ എന്തോ ഉള്ള ഒരു കൊട്ടാരമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, ഒരു കാശടിച്ച് മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ ചെയ്തത് എന്താണെന്നറിയില്ല. ഇവിടുത്തെ എത്രയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് യുവർ കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തവരാണ്. ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഇതേപോലെ വിശാഖം തിരുനാളിൻ്റെയോ മറ്റോ കാലത്താണെന്ന് തോന്നുന്നു, ഇവിടെ ഫാമിൻ ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നലിൽ പുറത്തുനിന്ന് ഈ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് കപ്പ അവിടെ പുഴുങ്ങി അത് കഴിച്ച് കാണിച്ചു. ഇത് ഡേഞ്ചറസ് അല്ല, ഇത് കഴിച്ചാൽ മരിച്ചു പോകത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മരച്ചീനി കൃഷി ഇവിടെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നതിനകത്തിൽ കപ്പയും കൂടി ഉണ്ടല്ലേ അല്ലേ. ചോറൊക്കെ കഴിക്കുന്ന പോലെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് നമ്മുടെ നാട്ടിൽ കപ്പ മാറിയിട്ടുണ്ട്. അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്, ഇവിടെ ആക്കുന്നത്, ചെറിയ പീരീഡിൽ നമുക്കതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിന് പറ്റുന്നത്, ഇവിടുത്തെ സോയിലിന് പറ്റുന്നത്, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വോഡയാർ, ഈ കൃഷ്ണനഗരം, ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. തിരുവിതാംകൂറിൻ്റെ കാര്യം പോലും നമ്മൾ പഠിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവരെല്ലാം കഴിവുകെട്ടവരാണ്, ഇവർക്കൊന്നും ഒരു കഴിവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാണ്. തിരുവനന്തപുരത്ത് ഇറങ്ങി നോക്കണം, നമ്മളിവിടെ കാണുന്ന ഏതാണ്ട് എല്ലാ സാധനങ്ങളും ഇവർ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. എന്നിട്ട് താങ്ക്ലെസ്
ആൾക്കാരായിക്കൊണ്ട് നമ്മൾ പറയുന്നുണ്ടോ അവരുടെ പേരിൻ്റെ കൂടി ഇപ്പോഴും തമ്പുരാൻ, തമ്പുരാട്ടി എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണ്. അതെ. പക്ഷേ മറ്റ് മതവിഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പേരുകൾ കാണുന്നില്ല. ഇല്ല. പരിശുദ്ധ കാത്തോലിക്ക ബാബ എന്ന് പറയുന്ന സമയത്ത് എന്താ പരിശുദ്ധി എന്നാരും ചോദിക്കുന്നില്ല. ഇല്ല. അതെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കരുത്. അതിലും ചോദിക്കരുത്, ഇതിലും ചോദിക്കരുത്, ഒന്നിലും ചോദിക്കരുത്, അല്ലേ? ചോദിക്കാൻ എല്ലാത്തിനും ചോദിക്കണം. റവറന്റ് ഫാദർ എന്ന് പറയുന്ന സമയത്ത് അതെന്താ അങ്ങനെ നിങ്ങൾ വിളിക്കുന്നത് എന്ന് അവരാരും ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കരുത്, അതും ചോദിക്കരുത്, ഇതും ചോദിക്കരുത്. കാരണം ഇത് ഒരു രീതിയാണ്. അതേപോലെ തന്നെയാണ് സംഭവം. ഇപ്പം തമ്പുരാൻ എന്നവരുടെ പേരുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഈസ് ദെയർ കാസ്റ്റ് നെയിം, അല്ലെങ്കിൽ അവരുടെ ആ റോയൽറ്റിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. ലെറ്റ് ഇറ്റ് ബി. ഈ ചീത്ത വിളിക്കുന്ന, ഈ കമന്റ് ഇടുന്ന പല ആൾക്കാരും ഗൾഫിൽ നിന്ന് ഇടുന്ന ആൾക്കാരാണ്. അവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ അതാണ് പ്രശ്നം. തിരുമേനി എന്ന് നമ്മളൊരു ക്രിസ്ത്യൻ പുരോഹിതനെ വിളിക്കാറില്ല. അതെ. ഒരു ഹിന്ദു പുരോഹിതനെ നമ്മൾ വിളിക്കാറുണ്ട്, തിരുമേനി എന്ന് വിളിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ തിരുമേനി എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ ക്രിസ്ത്യൻ സഭയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ തിരുമേനി എന്ന് വിളിക്കും. അപ്പോൾ ഈ തിരുമേനി കേൾക്കുന്ന സമയത്ത് കുരു പൊട്ടുന്ന ആൾക്കാരുണ്ട്. മറ്റേ തിരുമേനി എന്ന് പറയുന്നത് ഇറ്റ്സ് നാച്ചുറൽ ഫോർ ദം. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരേപോലെ കാണാനായിട്ടുള്ള ഒരു സഹിഷ്ണുത നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചിലതിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ പല ആൾക്കാരും പണ്ട് ഭരിച്ചിരുന്നവരാണ്. അപ്പോൾ നമ്മളോട് എന്തോ അനീതിയൊക്കെ ഇവർ കാണിച്ചിട്ടാണ് ഇവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോയത് എന്ന് പറഞ്ഞിട്ട്. ഈ തിരുവിതാംകൂർ പോലും ആക്സൈഡ് ചെയ്യുന്ന സമയത്ത് ആ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം വിത്തൗട്ട് എനി റിമോഴ്സ്, വിത്തൗട്ട് എനി റിഗ്രറ്റ്, ചിത്തിര തിരുനാൾ പോയിട്ട് പിന്നെ അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് കഥ പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് വന്നു, ആ സമയമാണ്, ബാക്കി കഥ പറയാനുണ്ട്, ഇനി പോയി പറഞ്ഞു കൊടുക്കുന്നു എന്നാ പറയുക. ഞാൻ പറയുന്നത് ഒരു എംപയറാണ്. ഇറ്റ്സ് യുവർ എംപയർ. അങ്ങനെ ഒരു യൂണിഫൈഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ സമരം ചെയ്തിട്ടാണോ, യുദ്ധം ചെയ്തിട്ടാണോ? യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ. കാശ്മീരിൻ്റെ കാര്യം അത്ര എളുപ്പമായിരുന്നില്ലല്ലോ. ഹൈദരാബാദിനെ അനക്സ് ചെയ്യാൻ എളുപ്പമായിരുന്നില്ലല്ലോ. തിരുവിതാംകൂർ അല്ലേ? അങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു ചിന്തയുടെ ഭാഗമായി വന്നിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ വേണേൽ ആൾക്കാർ ചോദിക്കും അവരെ എതിർത്ത് നിന്നിരുന്നെങ്കിലോ എന്ന്. എതിർത്ത് നിന്നവരുണ്ടല്ലോ, ഇവരതിന് പോയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ വലിയ സന്നാഹം ഉണ്ടായിരുന്ന ആൾക്കാരെ തോൽപ്പിച്ച വലിയ യുദ്ധ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താങ്ക്ലെസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഫോർ സം റീസൺ നമ്മൾ ഈ വലിയ പ്രോഗ്രസീവ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലത്തേക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മോശമായിട്ട് പറയും. നമ്മൾ പക്ഷേ വിദേശത്തെ രാജ്യത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പലേഷ്യൽ പാലസസ് ഒന്നും കാണുന്നതിന് നമുക്ക് പ്രശ്നമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അലർജിയാണ്. അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചില കമ്മ്യൂണിറ്റീസിൽ ഇത്തരത്തിലുള്ള ഓണറിഫിക്സ് ഒക്കെ വരികയാണ്. തിരുമേനി, പരിശുദ്ധ, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓക്കെയും ചിലതാണെങ്കിൽ മോശവുമാണ് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുക. അങ്ങനെയല്ല, ഇതെല്ലാം ഒരേപോലെയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് എ സിസ്റ്റം. അത് മനസ്സിലാക്കാനായിട്ട് ആൾക്കാർക്ക് വയ്യ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ഉള്ളിലുള്ള മറ്റേ ഈ റിബലിങ് ചാടി വരും. അൺവാണ്ടഡ്ലി അത് എഴുന്നേറ്റ് വരും. ഇവിടെ ഒരു മുഗൾ കിങ്ങിൻ്റെ ഒരു ഇൻവേഷൻസിൽ ഇവിടെ ഒരു മണക്കാട് യുദ്ധം പണ്ട് നടന്നതായിട്ടൊരു ഇത് പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല. അതായത് ഈ ഒരു രാജകുടുംബത്തിൽ നിന്ന് തന്നെ ആൾക്കാർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തതാണ്. there was no support from the other regions. ഈ നെടുങ്കോട്ട യുദ്ധമുണ്ട്, ഇവിടുത്തെ നെടുങ്കോട്ട യുദ്ധമുണ്ട്. മറ്റേ ടിപ്പുവിൻ്റെ കാലിൽ വെട്ടിയെന്നോ പടനായകൻ്റെ കാലിൽ വെട്ടിയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. അന്ന് പിടിച്ചെടുത്തിരിക്കുന്ന കൊടിക്കൂറകൾ ഇപ്പോഴും ഇവിടുത്തെ പ്രൊസഷൻ പോകുന്ന സമയത്ത് അവരെടുക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ച് നമ്മൾ ജീവിക്കുന്ന നാട്ടിലുള്ള ഹിസ്റ്ററി പോലും നമ്മൾ പഠിക്കാതെ നമ്മൾ പിന്നെ ജഹാംഗീറിന് ഇഷ്ടം ചിക്കൻ ജഹാംഗീറി ആയിരുന്നു എന്ന് പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഗുണമില്ല. വല്ല കാര്യമുണ്ട്. ബ്രിട്ടീഷിന്റെ കാര്യങ്ങളും പഠിക്കും, ഇവിടുത്തെ മുഗളുടെ ഇൻവേഷൻസിനെ പറ്റിയിട്ടും പഠിക്കും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ പഠിക്കേണ്ടത് ഇതായിരുന്നു. അത് പഠിച്ചാലേ നമ്മൾക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം അതില്ല. ഇപ്പം അതില്ല. അത് ഇന്റൻഷനലി ആണ്, അല്ലെങ്കിൽ അതങ്ങനെ വരേണ്ടതല്ല. ഇന്റൻഷനലി അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണ്. പണ്ടൊരിക്കലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശശി തരൂർ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും മറ്റുമാണ് സവർക്കറെ പിന്നെ സിലബസിൽ വന്നപ്പോൾ അന്ന് ആൾക്കാരില്ലല്ലോ, സവർക്കറെ വെക്കാൻ പറ്റില്ല, മറ്റേയാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അന്ന് ശശി തരൂർ പറഞ്ഞൊരു വാദമുണ്ട്, അതാണ് ഏറ്റവും സെൻസിബിൾ. സവർക്കറെ പഠിക്കട്ടെ, സവർക്കറെ പഠിക്കുമ്പോൾ സവർക്കറുടെ ആശയങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്ന സമയത്ത് യു ആർ ഇൻഫോംഡ്. ആ സമയത്ത് ഈദർ യു സപ്പോർട്ട് ഇറ്റ് ഓർ യു ഒപ്പോസ്. അതല്ലാതെ ബ്ലാങ്കറ്റായിട്ട് ആദ്യമേ മുതലേ എതിർക്കുന്നതിന് പകരം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കൂ ഇത് എതിർക്കേണ്ടതാണോ ഇത് അനുകൂലിക്കേണ്ടതാണോ എന്ന്. ആ ഒരു ഫ്രീഡം പിള്ളേർക്ക് കൊടുക്കണ്ടേ? സിലബസ് കമ്മിറ്റിയുടെ ബോധത്തിനനുസരിച്ച് മാത്രം ഇത് പോയാൽ മതി എന്ന രീതിയിലോ അവരെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് പോയാൽ മതി എന്നല്ലല്ലോ ചിന്തിക്കണ്ടേ.
നിങ്ങൾ അക്കാഡമിക്കലി കൊടുക്കുക, നിങ്ങൾ റെഫറൻസ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ബാക്കി എക്സ്ട്രാ റീഡിങ്ങിനുള്ളത് കൊടുക്കുക. പിള്ളേർ വായിക്കട്ടെ, പഠിക്കട്ടെ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അവിടുന്ന് ഡിസൈഡ് ചെയ്യട്ടെ അവര് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം. പിള്ളേർ പഠിക്കട്ടെ, പിള്ളേർ വായിക്കട്ടെ, അവർ ഡിസൈഡ് ചെയ്യട്ടെ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ആൻഡ് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാനൊരു കാരണമുണ്ടല്ലോ. ഇന്ന കാരണത്താലാണ് ഞാൻ എതിർക്കുന്നത്. പറയുന്നതിനൊരു ബേസ് ഉണ്ടാവും. മറ്റേതെല്ലാം ഒരു ലെയറിൽ നിന്ന് പറയും, ഒന്നും അറിയില്ല, താഴത്തോട്ട് പറയാനും അറിയില്ല. ഈ പ്രശ്നമാണ് വരുന്നത്. അതെ, വളരെ ഷാലോ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ പഠിക്കാതിരിക്കുന്നു. നമുക്ക് ഈ ഒരു വൈഡ് റീഡിങ്, എക്സ്ട്രാ റീഡിങ് ഇങ്ങനത്തെ ഒരു സാധനമില്ല. ഇതിനെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിബേറ്റ് ചെയ്യുകയോ കുട്ടികൾ തമ്മിലൊരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. ഒന്നുമില്ലാതെ കുറച്ച് പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ച് നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളുടെ സ്കൂൾ ഡേയ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിതിങ്ങനെ വളരെ പ്രിജുഡിസ്ഡ് ആയിട്ട് നമ്മളിതിനെ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് നമ്മളിതൊക്കെ പഠിച്ച് ഇങ്ങനെ പോവല്ലേ. അല്ലാതെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് തീരുമാനിച്ച് കുട്ടികളെ അത് ബോധിപ്പിച്ച് അവരുടെ ഓപ്പൺ ചോദ്യങ്ങൾ നമ്മളെടുത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു കാലത്ത് ഒന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് അതാണ് ബേസിക്കലി ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം. നേരത്തെ പറഞ്ഞില്ലേ, 2014 മുതൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചിൽ എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം അതാണ്. അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡായിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതിൻ്റെ ക്വാളിറ്റി അതിങ്ങനെയല്ല അത് പ്രവർത്തിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഇതുവരെയും സെൻട്രൽ ഗവൺമെൻറ് പറ്റിയിട്ടില്ല. അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് അവർക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പണ്ടത്തെ ട്രഡീഷണൽ രീതി എന്താണോ ആ രീതിയിൽ നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പുതിയൊരു മാറ്റം നന്നായിട്ട് വന്നിട്ടില്ല. ആകെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തും പഠിക്കാം. മാത്സ് പഠിക്കുന്നവന് വേണമെങ്കിൽ ജിയോഗ്രഫിയും പഠിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. അത് മാത്രമേ ഉള്ളൂ അതിനകത്തിൽ വന്നിരിക്കുന്നതിൽ ഒരു വലിയ ചേഞ്ചായിട്ട് ഞാൻ കരുതുന്നത്. ബാക്കിയെല്ലാം കോസ്മെറ്റിക് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് ആണ്. പക്ഷേ ഒരു ഡൈനമിക് ചേഞ്ച് ഇതിനകത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ യു ലേൺ, ദ വേ യു സിന്തസിസ് ഇൻഫർമേഷൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ സിന്തസൈസ് ചെയ്യാനുള്ള സംഭവം ഫോർ സം റീസൺ ഇല്ല. അതാണ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ശ്രീജിത്തിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂസ്, ഒത്തിരി വീഡിയോസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ റിസർച്ച് ഫൈൻഡിങ്സും കാര്യങ്ങളും, നിങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങളെടുത്ത സ്റ്റെപ്സ്, ഒരു RTI ഫയൽ ചെയ്തതും PMO ഇത് കിട്ടാനായിട്ട് RTI ഫയൽ ചെയ്ത കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ യു മൈറ്റ് ഹവ് ഫേസ്ഡ് ലോട്ട് ഓഫ് സ്ട്രഗിൾ, ഒപ്പോസിങ് ഉണ്ടാവും. കുറച്ച് അതിന് ഹാർഡായിട്ട് സ്ട്രിക്റ്റ് നോ, അല്ലെങ്കിൽ ദേവർ സർട്ടൻ എക്സ്റ്റെൻറ്റ് ലൈക്ക് നേരത്തെ പറഞ്ഞ വയനാട് റീജിയനിലുള്ള ടിപ്പുവിൻ്റെ ബേസിസ് ഒരു ഡോക്യുമെൻറ്റ്, ഒരു പ്രോപ്പർ ഗ്രേഡഡ് ഹിസ്റ്റോറിയന് കിട്ടാത്ത ആസ്പെക്റ്റ് ഉള്ള കൺട്രിയാണ് നമ്മുടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ശ്രീജിത്തൊക്കെ ഒത്തിരി ഇതുപോലത്തെ ഇൻസിഡൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റീകളക്ട് ചെയ്യാൻ പറ്റുമോ? അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ ഈ കമ്പൈൻഡായിട്ട് ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നത്. അപ്പോൾ അതൊരു കുറേ രീതികളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വിവരം എന്ന് പറയുന്നത് ആൾക്കാരുടെ അവകാശമായിട്ട് മാറി. അപ്പം ഇൻഫർമേഷൻ ഈസ് മൈ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർക്കാരിനോട് ചോദിക്കാം, ഇന്ന ഇൻഫർമേഷൻ എനിക്ക് വേണം എന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇപ്പോൾ അതിനകത്തിൽ 8.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള 8.1 ഈ RTI ആക്ടിൻ്റെ 8.1 ആണ്. 8.1AB എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പലപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇത് ഇൻഫർമേഷൻ പറയേണ്ടതില്ല എന്നൊരു സംഭവമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രേസ് ചെയ്തിട്ട് അതിനെ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ സ്റ്റാൻഡേർഡ് റിപ്ലൈസ് ദാറ്റ് ഇത് 8.1A അല്ലെങ്കിൽ 8.1 ഇന്നത് പ്രകാരം ഇത് എക്സംപ്റ്റഡ് ഇൻഫർമേഷനാണ്, തരാൻ പറ്റില്ല. ഇപ്പോൾ വിവരാവകാശ നിയമം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുപോലെയായി. അപ്പം ഞങ്ങളുടെ ഒരു നാച്ചുറൽ തോട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് 1930s 40s ഒക്കെ ആയിരുന്നല്ലോ. അന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 50 കൊല്ലം 60 കൊല്ലം കഴിഞ്ഞിട്ടും പിന്നെയും പുറത്തു വിടുന്നതിന് ഗവൺമെൻറ് എന്തിനാ മടി? ഇന്ന് അതുകൊണ്ട് എന്ത് വിദേശ രാജ്യത്തിൻ്റെ ബന്ധമാണ് ഇല്ലാതാവാൻ പോകുന്നത്? അന്നത്തെ രാജ്യങ്ങൾ ഇന്നില്ലല്ലോ. ഇമ്പീരിയൽ ജപ്പാൻ ഇന്നുണ്ടോ? ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന പല USSR ആവുള്ളത്. USSR ഇല്ല. റഷ്യ വേറെ രാജ്യമായിട്ട് അവിടെയുണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ അന്നുണ്ടായിരുന്ന ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിൽ മറ്റേ യൂണിഫൈഡ് ജർമ്മനി, വാളുള്ള ജർമ്മനി, ഇങ്ങനെ പല പല ജർമ്മനികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വാളൊക്കെ പോയിട്ട് പിന്നെ വേറെ ആയി മാറി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളുടെ സ്ട്രക്ചർ തന്നെ മാറി. മീൻസ് അവരുടെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ടെറിട്ടോറിയലായിട്ടുള്ള അവരുടെ സ്ട്രക്ചർ തന്നെ മാറിയിട്ടുണ്ട്. ഗവൺമെൻറ്റ്സ് മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ രാജഭരണം മാറിയിട്ട് അവിടെ ഡെമോക്രസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് എന്താണ് ഇതിനകത്തിൽ മാറ്റം? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ പുറത്ത് വന്നാൽ ഏത് രാജ്യവുമായിട്ടുള്ള എന്ത് ബന്ധമാണ്? ആൻഡ് ഒരു 50 കൊല്ലം മുമ്പ് ഭരിച്ചിരുന്ന ആൾക്കാരെടുത്തിരിക്കുന്ന ആക്ഷന് ഇന്നുള്ള ആൾക്കാർ എങ്ങനെ റെസ്പോൺസിബിൾ ആവും, ഈവൻ ഇഫ് ദേ ആർ ഫ്രം ദ സെയിം പാർട്ടി? അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് ഇൻഫർമേഷൻ പുറത്ത് വരണ്ടേ? സത്യമേവ് ജയതേ എന്നുള്ള ഒരു നാഷണൽ മോട്ടോ നമ്മൾ സ്വീകരിച്ചിട്ട് ആ സത്യം പുറത്ത് പറയേണ്ടതില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതായിരുന്നു. ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ടോപ്പ് മോസ്റ്റ് ബോഡിയിലെ അവസരമുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും, വജാഹത്ത് ഹബീബുള്ളയെ പോലുള്ള പല ആൾക്കാരാണ്. അവരൊക്കെ നമ്മൾ പറയുന്നതാണ് ശരി എന്ന് തോന്നിയിട്ട് ഗവൺമെൻറ്റിനോട് സ്ട്രിക്റ്റ് സ്റ്റാൻഡ് എടുത്തു. ഇല്ല, ഇൻഫർമേഷൻ പുറത്ത് പറഞ്ഞേ പറ്റൂ എന്ന സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് കുറേയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് പുറത്ത് വന്നത്. അതൊരു വലിയൊരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് വർഷങ്ങൾ നീണ്ട എഫേർട്ടാണ്. അതായത് 2006 RTA ആക്ട് 2005-06 വരിക. അതിനുശേഷം പിന്നീട് ഒരു 7-8 കൊല്ലം നിരന്തരമായി സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. ഒരു സെറ്റ് ഓഫ് 10,000 പേജസ് ഓഫ് ഇൻഫർമേഷൻ പുറത്തു വിടാനായിട്ട് ഈ CIC റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ടോപ്പ് മോസ്റ്റ് ബോഡി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഒരു 2 years കഴിയുമ്പോഴാണ് നാഷണൽ ആർക്കൈവ്സിൽ വരുന്നത്. അതിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫാമിലിയെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇല്ലീഗലായിട്ട് സ്നൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നത്. അതിനാണ് ദാറ്റ് വാസ് അവർ ഫസ്റ്റ് ഷോട്ട് ടു ഫെയിം. അതിവിടെ നാഷണൽ ഹെഡ്ലൈനായി. അതിനെ തുടർന്നാണ് ഞങ്ങളെ പ്രൈം മിനിസ്റ്റർ ഇൻവൈറ്റ് ചെയ്യുകയും ഈ ഒരു സംഭവം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. അത് പാർട്ട്ലി ഫുൾഫിൽഡ് ആണ്, പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും. അതിന് ഞങ്ങളുടെ ക്രിറ്റിസിസം അവിടെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിരവധി കോൺവെർസേഷൻ, ഞാൻ തന്നെ പ്രൈവറ്റ് കോൺവെർസേഷൻസ് നടത്തിയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്, ഹിസ്റ്റോറിയൻസ് ഉണ്ട്, റെപ്യൂട്ടഡ് ഹിസ്റ്റോറിയൻസ്. അപ്പോൾ അതിൽ പല ആൾക്കാരും നമ്മൾ പറയുന്ന വ്യൂസിനെ കേട്ടിട്ട് ഇനീഷ്യലി ദിസ് ഈസ് ഓൾ ബസാർ ഗോസിപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഐ മീൻ പീപ്പിൾ ഓഫ് ഗ്രേറ്റ് റെപ്യൂട്ട്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഉണ്ട്. എനിക്ക് അയച്ചിരിക്കുന്ന ഇമെയിലുണ്ട്, ശ്രീജിത്ത്, ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് യു ദാറ്റ് ദിസ് ഈസ് ഓൾ ബസാർ ഗോസിപ്പ്, ഡോണ്ട് ചേസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അയച്ചിരിക്കുന്ന സാധനമുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സെവറൽ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഈ പറഞ്ഞിരുന്ന സാധനങ്ങൾ ഡീക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ വഴി എൻ്റെ വേർഷനായിരുന്നു കറക്റ്റ് എന്ന് വന്നപ്പോൾ ഐ ഹവ് റിട്ടൺ ബാക്ക് ടു ഹിം. സെയിം മെയിലിൽ ഞാനതെടുത്തിട്ട്, എത്ര വർഷം മുമ്പത്തെ മെയിലാണ്, ടുഡേ ഇത് ബസാർ ഗോസിപ്പ് അല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് അയച്ചിരിക്കുന്ന റിപ്ലൈയിൽ ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്, സിൻസിയറിറ്റി, അത് ഇത് മറ്റേത് മറിച്ചത്, ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിരുന്നതല്ല, പക്ഷേ നിങ്ങളത് പെർസ്യൂ ചെയ്തു, ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അതിനെ അക്നോളജ് ചെയ്യാനുള്ളൊരു ഹൃദയവിശാലതയും കൂടിയുള്ള ഗ്രേറ്റ് ഹിസ്റ്റോറിയൻസ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോർ സം റീസൺ ഇവരൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നു ഈ ആംഗിൾസ്. അതവർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഹിസ്റ്ററിയെ പറ്റിയും ക്രിക്കറ്റിനെ പറ്റിയും എഴുതുന്ന ആൾക്കാരാണ്. രണ്ടിനെ പറ്റിയും റിസർച്ച് ചെയ്തിട്ട് എഴുതുന്ന ടോപ്പ് ഹിസ്റ്റോറിയൻസ്. പക്ഷേ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരാളിൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ആ ചോദ്യം ഞാൻ എത്രയോ വർഷം മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹത്തിന് അത് അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബസാർ ഗോസിപ്പാണെന്ന് പറഞ്ഞു. അവൻ ശരി ബസാർ ഗോസിപ്പാണെന്ന് പറഞ്ഞ് നമ്മളോട് വിട്ടിട്ട് പോയിരുന്നെങ്കിലും ഇൻഫർമേഷൻ പുറത്ത് വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ബോക്സസിലാണ്, ദേ ആർ ഇൻ ബോക്സസ്. അപ്പോൾ ആ ബോക്സിന് പുറത്തേക്ക് പോകാനായിട്ട് ദേ ഹാവ് ഗ്രേറ്റ് ഇൻകൺവീനിയൻസ്. അപ്പോൾ അതിനെ കൂടി ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. കൺവെൻഷണൽ ഹിസ്റ്ററിയെ അത് തെറ്റായിരുന്നു എന്ന് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഈ റിസർച്ച് എപ്പോഴാണ് ഇത് ഫുൾഫിൽ ചെയ്യുന്നു, വെൻ ഇറ്റ് റീച്ചസ് അവർ ഗോൾ എന്ന് വെച്ചാൽ ആ സമയം ഇന്ത്യൻ ഗവൺമെൻറ് ഇത് പുസ്തകമായിട്ട് അടിച്ചിറങ്ങണം. പാഠപുസ്തകങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഇന്നതാണെന്ന് എഴുതണം. ദാറ്റ് ഇറ്റ് സെൽഫ് മീൻസ് ബ്രേക്കിംഗ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സംഭവമുണ്ട്, 1945 പുള്ളി മരിച്ചിട്ടില്ല എന്ന് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ
എന്നാൽ പിന്നെ അടുത്ത ചോദ്യം, എന്നാൽ പിന്നെ പുള്ളി എന്ത് ചെയ്തു എന്ന് എവിടെ പറയണം. പുള്ളി എവിടെയായിരുന്നു, പുള്ളി എന്ത് ചെയ്തു എവിടെയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് കണ്ട പല ഹിസ്റ്റോറിക്കൽ ഈവൻസിൻ്റെയും പെർസ്പെക്റ്റീവ് ഉൾപ്പെടെ മാറും. മാറും. അതെ. വാസ് ഹി ഇൻവോൾവ് ഇൻ ദിസ്, വാസ് ഹി ഇൻവോൾവ് ഇൻ ദാറ്റ്? യെസ്, ഹി വാസ് ഇൻവോൾവ് ഇൻ ദിസ്. യെസ്, ഹി വാസ് പ്രോബബ്ലി ഇൻവോൾവ് ഇൻ ദിസ്. ഈ സാധനം വേറെ ആരെക്കാളും പറയാൻ അറിയാവുന്നത് ഗവൺമെൻറ്റിനാണ്. ബിക്കോസ് ഇതെല്ലാം ഗവൺമെൻറ് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പല ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസും പല ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ, അത് മീൻസ് അതിൻ്റെ ആ ഫ്ലോയും ഒരു പക്ഷേ ട്രൂ ഹിസ്റ്ററി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻകൺവീനിയൻ്റ് ആണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഞാൻ BJP, കോൺഗ്രസ് അങ്ങനെയല്ല, ഇന്ത്യൻ ഗവൺമെൻറ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹൈലി ഇൻകൺവീനിയൻറ്റ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴും സ്റ്റിൽ ഓൺ ആണോ അതോ സ്റ്റിൽ ഗോയിങ് ഓൺ? പിന്നെ ഇതിനകത്ത് കുറേ ലീഗലായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകാൻ നോക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രോങ് ഒപ്പോസിങ് നമ്മൾ പല ഇതേപോലത്തെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പല പ്രോഗ്രാംസും പല ഡിബേറ്റ്സും കേൾക്കുമ്പോഴും ഒരു സ്ട്രോങ് ഒരു ഒപ്പോസിങ് അല്ലെങ്കിൽ ഒരു നെഗ്ലക്ഷൻ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ നേതാജിയുടെ ആസ്പെക്ട്സിൽ മാത്രം. ഈ റിസർച്ചിൻ്റെ ഇടയിൽ അത് എന്തുകൊണ്ടാന്ന് വല്ല ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? അത് ഈസിയാണ്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈസ് ഗാന്ധി സെൻട്രിക്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇൻകൺവീനിയൻ്റ് ആണ് വേറെ ഒരു പാരലൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. കാരണം ഇത് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആണ്. ഒരാൾ അഹിംസയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ ആംഡ് സ്ട്രഗിളാണ്. ഒരാൾ ഒരു കരണം കാണിച്ച് മറ്റൊരു കരണം അടിക്കുമ്പോൾ മറ്റേത് കാണിച്ചു കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ അവൻ്റെ കരണം അടിച്ചു പൊളിക്കുക എന്ന രീതിയിലാണ് നിൽക്കുക. അപ്പോൾ ഇത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ആണ്. വൺ ഈസ് മോർ കൺവീനിയൻറ്റ്, അഹിംസ. ദി അതർ ഈസ് നോട്ട്, വിച്ച് ഈസ് ആംഡ് ഫൈറ്റ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഗാന്ധി ഈസ് മോർ പ്രസൻറ്റബിൾ, സുഭാഷ് ചന്ദ്രബോസ് ഈസ് നോട്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ മതി, പിന്നീട് നമ്മളുടെ നാട്ടിലുള്ള എല്ലാ ഹിസ്റ്ററി ആണെങ്കിലും, ഈവൻ ഒരു പബ്ലിക്കിൽ സ്ഥലത്തൊരു ബസ്റ്റ് വെക്കുന്നതാണെങ്കിലും പ്രതിമകൾ എല്ലാം ഗാന്ധി ഓറിയൻറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഹിസ്റ്ററി പോലെ അന്ന് പിന്നെ R.C. മജുംദാറിനോട് ഒഫീഷ്യൽ ഇന്ത്യൻ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഞാൻ എഴുതും എന്നാണ് പറഞ്ഞത്. അത് ഗവൺമെൻറ് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ വേറെ ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. R.C. മജുംദാർ സ്വന്തം നിലയ്ക്ക് അത് എഴുതുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് അന്നത്തെ ഒഫീഷ്യൽ ഹിസ്റ്ററി അതായിരുന്നുവെങ്കിൽ ഈ ആൾക്കാർക്കെല്ലാമുള്ള പ്രാധാന്യവും കാര്യങ്ങളും എല്ലാം വന്നേനെ. ഓരോരുത്തരുടെയും റൈറ്റ്ഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് കറക്റ്റ് പ്ലേസ്മെൻറ്റ് അവർക്ക് കിട്ടുമായിരുന്നു ചരിത്രത്തിൽ. ഇതിപ്പോൾ ചില ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ഹീറോസ് ആവുകയും ചിലർ ഫുട് നോട്ടിൽ ഒതുങ്ങുകയും ചിലർ ഫുട് നോട്ടിൽ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് ഇന്ന് വരെയും നമ്മൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് 2 ധാരകളുണ്ടായിരുന്നു, അഹിംസയുടെ ധാരയും ആംഡ് ഫൈറ്റിൻ്റെ ധാരയും. അഹിംസയുടെ ധാര വാസ് പ്രോബബ്ലി ലെഡ് ബൈ മഹാത്മാഗാന്ധി, ആംഡ് ഫൈറ്റിൻ്റെ കാര്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ അതിൽ തന്നെ അതേ ഐഡിയോളജിയിലുള്ള കുറേയധികം ആൾക്കാർ, ഇവിടുത്തെ റവല്യൂഷണറീസ് ഉണ്ടായിരുന്നു. ആസാദിനെ പോലെ, ഭഗത് സിംഗിനെ പോലെയുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. രാംപ്രസാദ് ബിസ്മിലിനെ പോലെ, അഷ്ഫഖുള്ള ഖാനെ പോലെ എത്രയോ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എവിടെ പോയി? അവരുടെ കോൺട്രിബ്യൂഷൻസ് എവിടെ പോയി? അതിനെപ്പറ്റി നമ്മളാരും പറയുന്നില്ല, എടുക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ. ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുക്കുക എന്ന രീതിയിൽ വരുന്നത്. അപ്പം സുഭാഷ് ചന്ദ്രബോസ് വാസ് ആൻ ഇൻകൺവീനിയൻറ്റ് നാഷണലിസ്റ്റ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ആ ഒരു പ്രാധാന്യം ആൾക്കാർ കൊടുക്കാതെ. പുള്ളിക്കാരനെ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഹി യൂസ് ടു ക്വസ്റ്റ്യൻ എവറിത്തിങ്. അങ്ങനത്തെ ഒരാളായിരുന്നു. ആ ട്രഡീഷണൽ സാധനത്തിനെ മുഴുവൻ ബ്രേക്ക് ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഉൾക്കൊള്ളാൻ ആൾക്കാർക്ക് എളുപ്പമല്ല. നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ സിസ്റ്റത്തിൽ IAS-കാരിൽ തന്നെ ചില ആൾക്കാർ ഔട്ട് സ്പോക്കൺ ആയി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഇൻകൺവീനിയൻറ്റ് ഫോർ ദി അതേഴ്സ്. അതുകൊണ്ടാണ് അവർക്കെതിരെ ആക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് എളുപ്പം. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയ ഒരാളിൻ്റെ അടുത്ത് വളരെ ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രം ബോസിനെ കുറിച്ച് വായിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫാൻ ബേസ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് വളരെ എലിമെൻ്ററി ഇൻഫർമേഷനിൽ നിന്നാണ് ആൾക്കാർ ഇന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഡ്മയർ ചെയ്യുന്നത്. കേരളത്തിലുള്ള എത്രയോ ആൾക്കാർ, എത്രയോ സ്ത്രീകൾ വീടുകളിൽ നിന്ന് ചാടിപ്പോയി ഈ ഝാൻസി റാണി റെജിമെൻറ്റിൽ ചേർന്നിട്ടുണ്ട്. അന്നത്തെ കാലം 1940s നമ്മുടെ നാട്ടിലെ ഒരു ട്രഡീഷണൽ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്? അവിടെ ഒരു സ്ത്രീക്ക് അങ്ങനെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തിട്ട് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമോ? അങ്ങനെ പോയ ആൾക്കാരുണ്ട്.
അവർ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അവർക്ക് ആംഡ് ഫൈറ്റിനുള്ള ട്രെയിനിങ് കിട്ടിയിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് 10 പേരെ ഇന്ന് സിംഗപ്പൂർ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശ്രമകരമാണെന്ന് അറിയിച്ചു. അപ്പോഴാണ് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട് കിട്ടിയിരുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, റാങ്ക്, പെൻഷന്, പൈസ, ശമ്പളം എല്ലാം വെച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് മിസ്സിംഗ് ആവുന്ന സമയത്ത് പോലും 3 മാസത്തെ അവരുടെ അഡ്വാൻസ് സാലറി അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വിഷണറിക്കേ പറ്റുള്ളൂ. ആൻഡ് ഹി വാസ് റെഡി ടു ടേക്ക് അപ്പ് ദ കൺട്രോൾ ഓഫ് ഇന്ത്യ ഫ്രം ഡേ വൺ. നമ്മളങ്ങനെ ആയിരുന്നില്ല. നമ്മളിവിടെ 190 വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളിവിടെ കോൺഗ്രസ് ഫോം ചെയ്ത് 1885 മുതൽ നമ്മൾ പിന്നീട് നാഷണലിസ്റ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സമരം ചെയ്തു, എല്ലാം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ടോ ബ്രിട്ടൻ ശരി നിനക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മളവരോടൊന്ന് പൊക്കോന്ന് പറഞ്ഞോ. ലാസ്റ്റ് വൈസ്രോയ് ഗവർണർ ജനറലാവുന്നു. 48 വരെ ഗവർണർ ജനറലായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നു. പിന്നെയും ഗവർണർ ജനറലായിട്ട് വേറെ ആളെ വെക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലും നേവിയിലും പിന്നെ ആർമിയിലും എല്ലാം ഹെഡായിട്ട് ഇവർ തന്നെ ഇരിക്കുന്നു. എത്രയോ കാലം പിന്നീട് ഇഫക്റ്റീവ്ലി ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്തെല്ലാം കാര്യങ്ങളിൽ, ഇൻഫർമേഷൻ ഷെയറിംഗ് ഉൾപ്പെടെ, ഇൻ്റലിജൻസ് ഷെയറിംഗ് ഉൾപ്പെടെ എത്രയോ കാര്യങ്ങളിൽ. പക്ഷേ ബോസിൻ്റെ ഐഡിയ അതായിരുന്നില്ല. ഇന്ത്യ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ആർമി, ഇന്ത്യ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഗവൺമെൻറ്. പോകുന്ന സമയത്ത് ടാറ്റ ബൈ ബൈ നീ പൊക്കോ, ഇതാണ് പരിപാടി. നമുക്ക് മറ്റേത് വി ആർ നോട്ട് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ, അതാണ് സംഭവം. നമ്മളുടെ ഫസ്റ്റ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ എന്താ ചെയ്തേ, ജവഹർലാൽ നെഹ്റു 3rd പേഴ്സണിൽ ഒരു ലെറ്റർ എഴുതി ബ്രിട്ടന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞാനും ഇന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൂടി അങ്ങയുടെ അനുമതിയോടുകൂടി കയറട്ടെ എന്ന് ചോദിച്ചിട്ട് ലെറ്റർ അയക്കുക. എവിടെ സ്വാതന്ത്ര്യം? ഏത് സ്വാതന്ത്ര്യത്തിനെ പറ്റി നമ്മൾ പറയാൻ? ഞാൻ പറഞ്ഞാൽ അതല്ല, ദാറ്റ് ഈസ് ഡൊമിനിയൻ സ്റ്റേറ്റസ്, സ്വയംഭരണാവകാശം. അതാണ്. 2 ഡൊമിനിയൻസ് വെയർ ബോൺ എന്നാണ് അന്നത്തെ പത്രങ്ങളൊക്കെ എഴുതിയിരുന്നത്. ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. പിന്നെ നമ്മൾ നമ്മുടെ ഭരണഘടനയൊക്കെ എഴുതി എത്രയോ കാലം കഴിഞ്ഞു. എന്നിട്ടും 1958 വരെ എനിക്ക് തോന്നുന്നു നേവി ഓർ എയർഫോഴ്സ് രണ്ടിലേതോ ഒരെണ്ണത്തിൽ ഇറ്റ് വാസ് ബീങ് ഹെഡഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇത്രയും സമരമൊക്കെ ചെയ്ത് എല്ലാം പോയി, പക്ഷേ വി ആർ നോട്ട് റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. പ്രാക്ടിക്കലി വി ആർ നോട്ട് പ്രിപ്പയർഡ്. അവിടെ വേറൊരാളിനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾ ചേഞ്ച്. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡൻ്റായിട്ട്, കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് പുള്ളി മറ്റേ ഒരു രഥത്തിലൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു സംഭവമുണ്ട്, മിലിറ്ററി യൂണിഫോം ഇട്ടതിന് ശേഷം. അന്ന് ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം അതിനോട് വലിയ എതിർപ്പായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ മെസ്സേജ് ദാറ്റ് നമ്മൾ കുറച്ച് റെസൊല്യൂട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ, നമ്മൾ ഇതേപോലെ ഒരു ഫൈറ്റ് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രീ ആവുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് ഗാന്ധിയുടെ പീക്കിൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയ ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിയുടെ പീക്കിൽ, ഗാന്ധി സ്പീക്ക് വാസ് ലേറ്റ് 1930s. ആ സമയത്ത് ഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ച്, കാൻഡിഡേറ്റിൻ്റെ സ്ഥലത്തും ഗാന്ധിയുടെ സ്ഥലത്തും മാത്രമേ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷം സുഭാഷ് ചന്ദ്രബോസിനായിരുന്നു. സോ വാസ് ബിഗർ, വാസ് ടോളർ. അത് നമ്മൾ പുസ്തകത്തിൽ എഴുതി വെക്കൂല. അതാണ് ഡിഫറൻസ്. ഹൊറർ മൂവി ഭയങ്കര ഒരു ബെഞ്ച് വാഷിങ് ചെയ്യുന്ന ആളാണല്ലോ. അതിൻ്റെ പുറകിലുള്ള ഈ അൺനോൺ ആ ഒരു ആസ്പെക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഈ ഒരു ഹിസ്റ്റോറിയൻ ഇൻസ്റ്റിങ്ക്റ്റ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഹൊറർ ഫിലിംസിൽ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ പേടിക്കുന്ന ഹൊറർ ഫിലിംസ് വളരെ കുറവാണ്. ഹൊറർ ഫിലിംസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അവർ നമ്മളെ പേടിപ്പിക്കുന്നത് ഈസ് ത്രൂ സൗണ്ട്, നോട്ട് ത്രൂ വിഷ്വൽ. അപ്പം നമുക്ക് കുറേ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ദർ ഇസ് എ പാറ്റേൺ, കുറച്ച് ടെംപ്ലേറ്റ്സേ ഉള്ളൂ ഇതിന്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണ് പ്രേതം, അതൊരു വ്യക്തിയാണോ വസ്തുവാണോ, എന്താണ് പ്രേതം, ഏത് മൊമെൻറ്റിൽ പ്രേതം വരും, എവിടെയാണ് ആ നമ്മുടെ ജമ്പ് അലേർട്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിപ്പം ബേസിക്കലി പടം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പേടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ പല ഹൊറർ ഫിലിംസും കണ്ടു കഴിഞ്ഞാൽ ഒരു ഓവർഡോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ പേടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഏതെങ്കിലും പടം കണ്ട് നമുക്ക് പേടി വരുമോ. അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന പടങ്ങളെല്ലാം വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ഇതേപോലെ തന്നെ മറ്റേ കർണാട്ടിക് മ്യൂസിക്കിൽ ഭയങ്കര പാഷനേറ്റ് ആണല്ലോ. അപ്പം ഇത് കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല,
ഇല്ല. അപ്പം ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മളത് ആ രാഗവും അതിൻ്റെ ആ താളവും മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ കേട്ട് എൻജോയ് ചെയ്യുന്നത്, അതോ അതിന് മ്യൂസിക്കലി ഉള്ള ഇതിന് ഒരു കർണാട്ടിക് മ്യൂസിക്കിന് ഒരു പ്രത്യേക പവറുണ്ട്. പവർ ഈസ് അതൊരു ബേസിക്കലി ഒരു പ്യൂരിസ്റ്റ് ഫോം ആയതുകൊണ്ടായിരിക്കാം ഇത് നമുക്ക് എന്താ ഒരു ലെവലിലേക്ക് നമ്മളെ റേസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനീഷ്യലി ഞാൻ ഇതിൻ്റെ ഒരു ആരാധകനൊന്നും ആയിരുന്നില്ല. പക്ഷേ വൺസ് ഇതിങ്ങനെ കേട്ട് തുടങ്ങി അങ്ങനെ ശീലമായി പല കൃതികൾ ഇങ്ങനെ കേട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു മൂഡ് എലിവേറ്റ് ചെയ്യുന്നതിനും ഒരു ട്രാങ്ക്വിൽ ഒരു സ്റ്റേറ്റസിലേക്കൊക്കെ വരുന്നതിനും വേറെ ഏതൊരു മ്യൂസിക്കിനേക്കാളും ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, മറ്റേത് മ്യൂസിക്, ഫിലിം മ്യൂസിക് ഓർ വാട്ട് എവർ കണ്ടംപററി മ്യൂസിക്, ഒരേ സാധനം നമ്മൾ പലതവണ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കത് ബോറടിക്കാൻ തുടങ്ങും. ഇതെത്ര കേട്ടാലും അത് വരില്ല. അതിന് ലൈഫ് സ്പാൻ കുറവാണ് ഫിലിം മ്യൂസിക്. ഇതെന്ന് വെച്ചാൽ ഹ്യൂജ് പെർമനൻ്റ്, അതായത് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഷെൽഫ് ലൈഫാണ്. അപ്പോൾ ഇത് എത്ര തവണ കേട്ടാലും, അതേപോലെ തന്നെ നമ്മൾ ഓഫ് റിപ്പീറ്റ് പിന്നെ സ്റ്റാൻസസ് ഇല്ലേ, ആ വേഴ്സസ് അതിങ്ങനെ വന്നുകൊണ്ടിരുന്നാലും നമുക്കതിനകത്തിൽ, കാരണം ഇതിനെല്ലാം വേരിയേഷൻസ് ഉണ്ട്, അതിൽ ഇന്ന നോട്ട് ഇന്നടത്ത് ഹിറ്റ് ചെയ്യണം, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് ഓരോ തവണയും റീജുവനേറ്റിംഗ് ആണ്. എത്ര തവണ കേട്ടാലും നമുക്കത് മടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട്, അതായത് ഇപ്പം ജസ്റ്റ് ഒരു 1-2 പാട്ട് വെച്ച് മാത്രമാണെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് വരാൻ പറ്റും. അതെ, ഇത് ഇങ്ങനെ ലൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ വേറെ ഏത് പാട്ടാണെങ്കിലും ബിയോണ്ട് എ പോയിന്റ് നമുക്ക് അതിൻ്റെ ഒരു രസച്ചരട് പൊട്ടും. ഇതിനത് പൊട്ടില്ല. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഒരു സിനിമ പാട്ട് പലപ്പോഴും പല ആൾക്കാർ പാടുമ്പോഴും അത് ഒരേ രീതിയിലുള്ള സംഭവമാണ്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്കതൊരു സുഖമില്ലായ്മയും തോന്നും. പക്ഷേ കർണാട്ടിക് മ്യൂസിക് പല ആൾക്കാർ അവരുടെ തന്നെ ഇംപ്രവൈസേഷനും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആസ്വാദ്യമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കവർ വേർഷൻസ് കേൾക്കുന്നതിനേക്കാൾ ഭംഗിയാണ്. അത് ഫിലിം മ്യൂസിക്കിൻ്റെ കവർ വേർഷൻ പോലെ അല്ല. പല ആൾക്കാർ അവരുടേതായിട്ടുള്ള ഓൺ മനോധർമ്മമോ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്രവൈസേഷൻസ് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് തരുന്നൊരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഐ എം എ ഹ്യൂജ് ഫാൻ കർണാട്ടിക് മ്യൂസിക്. അത് ഈവൻ സെമി ക്ലാസിക്കൽ എന്നല്ല, പ്യോർ കർണാട്ടിക്. അതെ. ഈ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ പഠിക്കുന്ന സയൻസ് ആയാലും മെഡിസിൻ ആയാലും എന്തെങ്കിലും ദേ മൈറ്റ് ഹാവ് എ ഡിഫറെൻറ്റ്. ഇപ്പോൾ ചിലവർ പഠിക്കുന്നത് വീട്ടിൽ പറയുന്ന രീതി അനുസരിച്ചിട്ട് ആ പാറ്റേൺ അനുസരിച്ചിട്ട് പോകുന്നു. പക്ഷേ ദേ മൈറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ടു ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, ടോട്ടലി ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ഇപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഇതേപോലത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? ശ്രീജിത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യൂ, പെർസെ ആ ഒരു ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും യു ഹാവ് ദിസ് സ്പേസ് ആൻഡ് ടൈം ടു കണ്ടിന്യൂ യുവർ പാഷൻ ഓർ യുവർ കോർ സ്ട്രെങ്ത്. അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ പറഞ്ഞ്? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ നമുക്കറിയാമല്ലോ മ്യൂസിക് ആയിരിക്കും പാഷൻ, ചില ആൾക്കാർക്ക് സ്പോർട്സ് ആയിരിക്കും. പക്ഷേ ഒരു പോയിന്റ് വരെ ആൾക്കാർ ഇതിനെ ഒരു ഹോബി പോലെ ആയിരിക്കും കരുതുക. ദർ വിൽ ബി എ റിയലൈസേഷൻ പോയിന്റ് സംവെയർ ദാറ്റ് ഇതെനിക്കൊരു ഹോബി അല്ല. ആ സമയം മുതൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ചിലപ്പം പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം വരയ്ക്കാനൊക്കെ നല്ല താല്പര്യമായിരുന്നില്ല, പക്ഷേ വര വാസ് നെവർ മൈ കോർ സ്ട്രെങ്ത്. അപ്പോൾ ഏതോ ഒരു സമയത്ത് നമ്മളത് വിട്ടു. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും. അപ്പോൾ നമ്മൾ വലിയ കളിക്കാരനാണെന്നായിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുക, പക്ഷേ ഏതോ ഒരു സമയത്ത് നമ്മളത് വിട്ടു. നാച്ചുറലി ഇറ്റ് വിൽ ഹാപ്പൻ. ഇതിങ്ങനെ പോകും. നമ്മൾ റിഗ്രറ്റോടു കൂടി വിടുന്നതല്ല. പണ്ട് എവിടെയോ ഞാനിങ്ങനെ രസകരമായി ഇത് വായിച്ചു. നാട്ടിൻപുറത്തെല്ലാം നമ്മൾ കുട്ടികളും എല്ലാം കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് ചിലപ്പോൾ അവധി സമയത്തൊക്കെ തന്നെ ഒരു രസമായിരിക്കും. ഏതോ ഒരു ദിവസം നമ്മളൊരു കളി കളിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല ദിസ് വാസ് അവർ ലാസ്റ്റ്. അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് നമ്മളത് ഓർക്കുമ്പോൾ. ഞാൻ ഓർക്കുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കളിച്ചിരുമ്പോൾ ശരിയാ, ഏതോ ഒരു ദിവസം ഞാൻ കളിച്ചത് വാസ് ദ ലാസ്റ്റ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കോർ സ്ട്രെങ്ത് അല്ല. ഈ കോർ സ്ട്രെങ്ത് ഏതാണ് എന്നുള്ള സാധനം ചിലപ്പോൾ ഇറ്റ് വിൽ ബി എ ഗോഡ് ഗിവൺ ഗിഫ്റ്റ്, ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ സാധനമുണ്ട്, അതിനെ കളയരുത്. അതിനെ കളയുന്നതിന് നമുക്ക് പല കാരണങ്ങൾ ആൾക്കാർ കണ്ടെത്തും. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ ആൾക്കാരുടെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, ഇഫ് യു ഹാവ് എ ഗോഡ് ഗിവൺ ടാലൻറ്റ് ആൻഡ് ഇഫ് യു നോട്ട് യൂസ് ഇറ്റ് ഈസ് എ ക്രൈം. നന്നായി പാടുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ ചോദിക്കുമ്പം സ്റ്റഡീസിൻ്റെ ഇത് കാരണം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാനുണ്ട്, യു ആർ എ ക്രിമിനൽ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കഴിവ് വേണമെന്ന്, ഇപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് പാട്ട് പാടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല.
പക്ഷെ നിങ്ങൾക്ക് ആ കഴിവുണ്ട് എങ്കിൽ യു മസ്റ്റ് യൂസ് ഇറ്റ്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഇറ്റ്സ് ഗോഡ് ഗിവൺ. നിങ്ങളതിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഫസ്റ്റ് സാധനം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിയൊന്നുമില്ല. അല്ലാതെ ചുമ്മാ ട്രെയിൻ ചെയ്ത ഒരാളിനെ പാട്ടുകാരനാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കഴിവിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. പലരും അതിന് പറയുന്നൊരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് സമയം കിട്ടുന്നില്ല എന്ന്. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി മീൻസ് ഇറ്റ്സ് നോട്ട് യുവർ പ്രയോറിറ്റി. നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അവർ പ്രയോറിറ്റി ലിസ്റ്റ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ നല്ല തിരക്കുള്ള ഒരാളുടെ അടുത്ത് ചിലപ്പോൾ ദൃശ്യം സിനിമ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടെന്ന് പറയും. എവിടുന്ന് 2.5 മണിക്കൂർ കിട്ടി? ആ സമയം കണ്ടെത്തിയല്ലോ. അയക്കത്ത് സമയം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അയാൾ പോയി കണ്ടു, മെനക്കെടുത്തി എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്, ഞാനത് ഒരു 4-5 മാസമായിട്ട് ആ പുസ്തകം കൊണ്ട് നടക്കുക, വായിക്കുന്നില്ല. യു ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ്. നിങ്ങളത് പറയാൻ സമ്മതിക്കുന്നില്ല, തയ്യാറാവുന്നില്ല. അക്സെപ്റ്റൻസ് ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ എവിടെയോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകും. അക്കാഡമിക് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുന്നു, വി സ്പെഷ്യലൈസ് ഇൻ ദാറ്റ് എന്ന് പോകുന്നു. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ കൺഫൈൻഡ് ടു ദാറ്റ് ഓൺലി. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ BSc കെമിസ്ട്രി അല്ലേ MT വാസുദേവൻ നായർ. പുള്ളി എങ്ങനെയാണ് മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുന്നത്? അറിയപ്പെടുന്ന ഒരു ഏറ്റവും മികച്ച കഥാകാരന്മാരിൽ ഒരാളായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. ഇഫ് യു ആർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ് ഓർ മാത്സ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾക്ക് അത് മാത്രമേ അറിയൂ, നിങ്ങളെ അതിന് മാത്രമേ കൊള്ളൂ. അങ്ങനെയൊന്നുമില്ല. പീപ്പിൾ ആർ ഓൾ മൾട്ടി ടാലൻറ്റഡ്. നമുക്ക് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാകും. എല്ലാത്തിനും നമുക്ക് അക്കാഡമിക്കലി ഒന്നും പർസ്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടാകും, ആ ഒരു കോർ സ്ട്രെങ്ത് ഉണ്ടാവും, ആ സാധനത്തിന് ഉപയോഗിക്കുക. ചിലപ്പോൾ നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളിൻ്റെ അടുത്ത് കാര്യങ്ങൾ കേൾക്കാനും സൊല്യൂഷൻ പറയാനും പറ്റുന്നതായിരിക്കും. ഇപ്പോൾ യു ആർ പ്രോബ്ലി ഒരാളിനെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രെങ്ത് ആൾക്കാർക്കുണ്ടാവും. നമ്മൾ ഇങ്ങനെയൊക്കെ പലതും പറയുന്ന സമയത്ത് നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മുടെ കോളേജിലൊക്കെ നമ്മുടെ കൂടെ പഠിച്ചിരിക്കുന്നതിൽ ഹു വാസ് പ്രോബബ്ലി ബെസ്റ്റ് അറ്റ് ഇങ്ങനത്തെ കൗൺസിലിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരാളിനെ പറയാൻ പറ്റുമായിരിക്കും. മേ ബി ഹി വാസ് മോർ അപ്രോച്ചബിൾ. നമുക്ക് ഇൻഹിബിഷൻസ് ഇല്ലാതെ പറയാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ ക്വാളിറ്റീസാണ്. എല്ലാവർക്കും അതില്ലാത്തതുകൊണ്ടാണ് അയാൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ട്. ആ കഴിവ് എന്താണോ അതിനെ ഈ ടൈമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പറയാതെ നമ്മളതിനെപ്പറ്റി ചെയ്യുക. പിന്നെ ഉള്ള ഒരു കാര്യം, അക്കാഡമിക്കലി ഉള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് അഡ്വൈസ് ഒന്നുമല്ല, എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം, ഒരു കാര്യവും ഡൗട്ടും കൊണ്ട് ഞാൻ വീട്ടിൽ പോകില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കും. അത് എത്ര പൊട്ടയാണെന്ന് എനിക്ക് തോന്നിയാലും. നമ്മളെല്ലാവരുടെയും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രശ്നം, നമുക്ക് ഡൗട്ടുണ്ട്, നമ്മളിത് ചോദിക്കാത്തത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, ഞാൻ പറയുന്നത് ബ്ലണ്ടർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് മീറ്റിംഗ് വിത്ത് 100 people present, പൊട്ടയാണെന്ന് എനിക്ക് തോന്നിയാലും ഐ വിൽ ആസ്ക് ദ ക്വസ്റ്റ്യൻ. കാരണം അതെനിക്കറിയില്ല, അത് അറിയാതെ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. മേ ബി 30 others also have the same question, പക്ഷേ അവർ ചോദിക്കാറില്ല. ഞാനിത് ചോദിക്കും, എനിക്കതിനകത്ത് പ്രശ്നമില്ല. അപ്പം ഞാൻ എൻ്റെ മോളുടെ അടുത്താണെങ്കിലും മറ്റാരുടെ അടുത്താണെങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ ആസ്ക്, ചോദ്യം ചോദിക്കുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാതിരിക്കുക, ചോദ്യം ചോദിക്കുക എന്ന കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏതൊരു കാര്യത്തിനെയും സിസ്റ്റമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്മോൾ ബിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് കോംപ്ലക്സ് സാധനം, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയല്ലേ, അപ്പോൾ ഏതൊരു കോംപ്ലക്സ് സാധനത്തിനെയും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ വലിയ കോൺസെപ്റ്റുകൾ, അതേപോലെ വലിയ വിഷയങ്ങളൊക്കെ പൊളിറ്റിക്കലി ആണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോൾ പീസസ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഈസിലി ഡെസിഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ പീസസ്, പിന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ യുവർ പാഷൻ. അതിന് ദർ ഈസ് നെവർ ആൻ എക്സ്ക്യൂസ് ഫോർ നോട്ട് ഡൂയിങ് ഇറ്റ്. ബുക്സ് നല്ലപോലെ എല്ലാ ജോണറും വായിക്കുന്നതാണ്. ഇപ്പോൾ ബേസിക്കലി അടുത്ത കാലത്തായിട്ടൊക്കെ ബുക്സ് വായിക്കുക എന്നതിനപ്പുറത്തേക്ക് ബുക്സിൽ തന്നെ സെലക്ട് ചെയ്ത് പാർട്സ് വായിക്കാൻ നോക്കാറുണ്ട്. ചില ബുക്സ് ഫുള്ളി വായിക്കാറുണ്ടാവില്ല, പക്ഷേ മേ ബി ഐ വിൽ ഗെറ്റ് എ റെഫറൻസ് ഫ്രം സംവെയർ ദാറ്റ് ഈ പുസ്തകത്തിൽ ഇന്ന സാധനം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഐ വിൽ ഫൈൻഡ് ദാറ്റ് ബുക്ക് ആൻഡ് വിൽ റീഡ് ഓൺലി ദാറ്റ് പാർട്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. എൻഡ് ടു എൻഡ്. നേരത്തെ കവർ ടു കവർ വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഇപ്പം അതും മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈം ഈസ് പ്രയോറിറ്റി. അപ്പം ചിലപ്പോൾ എനിക്ക് ഫുള്ള് വായിക്കാൻ പറ്റത്തില്ലായിരിക്കും, ഇത് നോക്കണം. അങ്ങനെ പോലും ചെയ്യാറുണ്ട്. ഈ ഇങ്ങനെ വായിക്കുന്നതിൽ നമുക്ക് ചില ജോണർ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലേ? അങ്ങനത്തെ ഏതെങ്കിലും സീരീസിനെ പറയാൻ പറ്റുമോ? ഞാൻ പണ്ടാണെങ്കിൽ ഫിക്ഷൻ വായിക്കുമായിരുന്നു, പക്ഷേ മേ ബി ഒരു 20-25 yearsന് മുകളിലായിട്ട് ഫിക്ഷൻ, മേ ബി ഈവൻ 25 years മേ ബി ഫിക്ഷനൊന്നും വായിക്കാറില്ല. ഇപ്പോൾ ഉള്ളി നോൺ ഫിക്ഷൻ മാത്രമേ വായിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടുള്ളതെല്ലാം ഈ നമ്മുടെ ഫ്രീഡം റിലേറ്റഡ്, അതിൻ്റെ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഓൺ റൈറ്റിങ്സ്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആണെങ്കിൽ കംപ്ലീറ്റ് വർക്ക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് എവറിത്തിങ്, ഈവൻ ഹിസ് ആർട്ടിക്കിൾസ് ഹി റോട്ട് ഇൻ
വേരിയസ് ഹിസ് ഓൺ പബ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നല്ലോ, യങ് ഇന്ത്യ പറ്റിയത്, അങ്ങനത്തെ ഇതിനകത്തിലുള്ളതെല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഉണ്ട്, നെഹ്റുവിൻ്റേതുണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആൻ ഇന്ത്യൻ പിൽഗ്രിം, മൈ സ്ട്രഗിൾ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ടാണ്. നമ്മൾ പഠിക്കുന്നതെല്ലാം ഹിസ്റ്റോറിയൻസ് എഴുതുന്നതാണ്, പക്ഷേ ഇത് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ടിന് നമ്മൾ ആ ആളിൻ്റെ കൂടെ ആ ആൾ നമ്മളായി മാറും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു സാധനത്തിന് നോക്കുക. ഇപ്പം പട്ടേൽ എന്നോട് ഇന്നത് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് യു ആർ നെഹ്റു, വൈൽ യു റീഡ് ഇറ്റ് യു ആർ നെഹ്റു, അല്ലാതെ പട്ടേൽ നെഹ്റുവിനോട് പറഞ്ഞു എന്നല്ലല്ലോ, പട്ടേൽ എന്നോട് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു സംഭവം. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറാണ്, ജോർജ് കുട്ടി ഞാനാണെന്ന് എനിക്ക് തോന്നുമല്ലോ ദൃശ്യം കാണുമ്പോൾ, അതേപോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും അങ്ങനത്തേതാണ് കൂടുതൽ വാങ്ങുക. പിന്നെ പെർസ്പെക്റ്റീവ്സ് ഉള്ള സാധനമുണ്ട്. ഇപ്പോൾ ഗോർഡനെ പോലെ, ലീനാർഡ് ഗോർഡനൊക്കെ എഴുതിയിരിക്കുന്നത് പോലെയുള്ള മോസ്റ്റ് ഓതൻറ്റിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള പല ബയോഗ്രഫീസ് ഉണ്ട്. അപ്പം കൂടുതൽ ബയോഗ്രഫീസ് അങ്ങനെ വായിക്കുക. ഫിലിംസ് കാണുമ്പോൾ തന്നെ ബയോപിക്സ് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ഫിക്ഷൻ അല്ല, ചിലപ്പോൾ ഫിക്ഷനേക്കാൾ ഫിക്റ്റീഷ്യസ് ആയിട്ട് വരാവുന്ന എലിമെൻറ്റ്സ് ഉള്ള ജെനുവൻ സാധനങ്ങളാണ്. അപ്പോൾ ബയോപിക്സ്, ബയോഗ്രഫീസ്, പിന്നെ ഈ പറയുന്ന ബയോഗ്രാഫിക്കലാവണമെന്നില്ല, പക്ഷേ ഓൺ റൈറ്റിംഗ്, നോട്ട് പ്രോബ്ലി നെസസറിലി അബൌട്ട് ദംസെൽസ്, പക്ഷേ അബൌട്ട് ദ മൂവ്മെൻറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, അങ്ങനത്തെ സാധനങ്ങൾ വായിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീ. താങ്ക്സ് ലോട്ട്. നമ്മൾ ഒത്തിരി നാളായി നമ്മൾ ഇന്നും നാളെ എന്നും പറഞ്ഞിട്ട് നിന്നു, പക്ഷെ ഇന്ന് ഫൈനലി നടന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.